നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാം. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. തിരൂരങ്ങാടിയിലെ വ്യാജ RC കേസിൽ 2 പേർ അറസ്റ്റിൽ. വ്യാജരേഖ അപ്ലോഡ് ചെയ്തയാളും തിരൂരങ്ങാടി സബ് RT ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ഓൺലൈൻ സ്ഥാപന ഉടമയുമാണ് അറസ്റ്റിലായത്. താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖ ചുമക്കൽ, തട്ടിപ്പ് നടത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വ്യാജ RC ബുക്കുകൾ ഉണ്ടാക്കി ഉടമ അറിയാതെ വാഹനം വിൽപ്പന നടത്തിയെന്ന കേസിലാണ് അറസ്റ്റ്. പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി നിസാർ, ഓൺലൈൻ സ്ഥാപന ഉടമ നെയ്യും എന്നിവരാണ് പിടിയിലായത്. താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ സബ് RT ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ടാർഗറ്റ് എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. സബ് RT ഓഫീസ് പരിസരത്ത് പ്രവർത്തിക്കുന്ന നെയ്യമിൻ്റെ ഉടമസ്ഥതയിലുള്ള ടാർഗറ്റ് എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ എത്തിയാണ് ഉള്ളണം സ്വദേശി നിസാർ വ്യാജ RC ബുക്ക് നിർമ്മിക്കാൻ വേണ്ട രേഖകൾ അപ്ലോഡ് ചെയ്തത്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ ഏതറ്റം വരെയും പോകുമെന്ന് താനൂർ DYSP VV ബെന്നി പറഞ്ഞു. വ്യാജ RC ബുക്കുകൾ ഉണ്ടാക്കി ഉടമ അറിയാതെ വാഹനം മറച്ചു വിൽപ്പന നടത്തിയെന്ന തിരൂരങ്ങാടി ജോയിന്റ് RT ഓഫീസർ സക്കറിയ തിരൂരങ്ങാടി പോലീസിന് നൽകിയ പരാതിയിലാണ് നടപടി. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് വ്യാജ RC നിർമ്മിക്കപ്പെട്ട 5 വാഹനങ്ങൾ തിരൂരങ്ങാടി പോലീസ് പിടികൂടിയിരുന്നു. ഓൺലൈൻ മുഖേന ഫേസ്ലെസ് സംവിധാനം വഴിയാണ് വ്യാജ RC നിർമ്മിച്ചതെന്ന് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. മരണപ്പെട്ടവരുടെ വാഹനത്തിൻ്റെ RC മാറ്റുന്ന രീതിയിലാണ് വ്യാജ RC നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവഴി ഉടമയ്ക്ക് OTP ലഭിക്കുന്നതിന് പകരം മറ്റൊരു നമ്പർ നൽകിയാണ് വാഹന ഉടമയുടെ പേര് മാറ്റിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.